എത്ര ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഇടയിലും അകൽച്ച ഉണ്ടാകാൻ ചെറിയൊരു കാരണം മതി. ചില ആളുകൾക്ക് ഒരു കാരണം ഉണ്ടാവില്ല കേട്ടോ. സൂക്ഷിക്കേണ്ട വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. തമ്മിലൊരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ദീർഘകാലം പിന്നെ കാണുന്നുണ്ടാവില്ല, ഫോണും ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ 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 ആയിട്ട് പിന്നെ ശൈത്താൻ എന്ത് പറയും, എന്താപ്പം അങ്ങനെ, ഓനക്കെന്തോ ഇല്ലേ, അല്ലെങ്കിൽ ഓൾക്കെന്തോ ഉണ്ടായിട്ടല്ലേ ഇപ്പോൾ, എന്നാ ഞാൻ കാണിച്ചു തരാം. മനസ്സിലിങ്ങനെ ഇവൾക്ക് ഊഹം, ഇവന് ഊഹം, അപ്പുറത്ത് ഊഹം, ഇങ്ങനെ ഊഹിച്ചിട്ട് ഒരു പ്രശ്നമില്ലാത്ത ആളുകൾ കേട്ടോ, കുറേ കാലമായിട്ട് കാണുന്നില്ല, ഫോണുമില്ല, ബന്ധവുമില്ല, അങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ ശൈത്താൻ അകറ്റും, അങ്ങനെയാണ് പോകും. പിന്നെ അത് അവർക്കിടയിൽ ഇങ്ങനെ എന്താവും, ഒരകൽച്ചയായി രൂപാന്തരപ്പെടും. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. കുറേ കാലമായിട്ട് ബന്ധമൊന്നുമില്ലേ, എന്നാൽ നമ്മളായിട്ട് തുടങ്ങുക, എന്തപ്പം ഇങ്ങോട്ടൊന്നൊരു ബന്ധമില്ല, ഇപ്പം എനിക്കെന്തപ്പം അങ്ങോട്ടൊന്ന് ബന്ധപ്പെട്ടോളണമെന്ന്, അത് ശൈത്താൻ്റെ പരിപാടിയാണ്. ഈ തഹരീശ് ഉണ്ടാക്കല. അതിന് നമ്മൾ നിൽക്കരുത്. നമ്മളാണ് തുടക്കം കുറിച്ചിട്ട് ആ ഒരു അകലുണ്ടല്ലോ, ഇത്ര കാലുള്ള ദൈർഘ്യം, അത് നമ്മളൊന്നാണ്ട് അവസാനിപ്പിച്ചാൽ നേരത്തെ പറഞ്ഞ ഹൈറായ മനുഷ്യൻ നമ്മളായിരിക്കും. ഇപ്പം തഹരീശിനുണ്ടാക്കാൻ ശൈത്താൻ പല വഴികൾ നോക്കും, അതിൽ പെട്ടുപോകരുത്.